നീ നിന്റെ അമ്മ ഇങ്ങനെയാണോ ഒത്താവത്ത് ഒന്നും ആകൂടത്തില്ല. മായോ ഈ ചെരുപ്പ് തിരിച്ചിട്ടോണ്ട് വരല്ലേ. അമ്മേ അപ്പ പതിയെ കയ്യെ പിടിക്ക്. ഫോൺ എടുത്തില്ല ചേട്ടാടെ. ടാറ്റാ. നാരായണിയേ തുണി ഇനിയുണ്ടൊരു സെറ്റ് അലക്കാൻ. എന്നാ നോക്കുന്നേ? എന്തോ ആരെ എടുത്തോന്ന് ഒരു ബുഷും കൂടെ എടുത്തേ. മുടി പിന്നെ കെട്ടാതെ തിരിച്ചും കൂടെ വരുന്ന ഞാൻ കാണല്ലോ. മുടി പടത്തിടുന്നു. ഇപ്പൊ പടത്തി കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്കേ പിന്നെ കെട്ടിക്കോണേ. വാച്ചെന്തി വാച്ചെടുക്ക്. ചെടയുള്ള മുടി അത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കോതി ചെറുതായിട്ടൊന്ന് പിന്നിയാ മതി. ഞാൻ വിറ്റടി വാച്ച്. ആണല്ലേ? ഇന്നലെ ഇട്ടിട്ട് എവിടെ കൊണ്ട് ഇട്ടേ? പോകാവോ? എല്ലാം എടുത്തോ? ഇന്നലെ മേടിച്ച ബുഷന്തി. അതൊക്കെ ഉണ്ട്. ഇന്നലെ മേടിച്ച ബുഷന്തി. ബുഷല്ല ക്ലിപ്പ്. കയ്യിരിപ്പുണ്ടോ? എല്ലാം കൂടെ കൊണ്ടുപോണേ. ഒന്ന് പോകാവോ? ഡോ ആരുമില്ല. അവരൊക്കെ അവിടെ അകത്ത് പണി വരാതിരിക്കും. എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും. നിന്നെ നോക്കി നിൽക്കുവാണോ ആട്ടിലും? വെയിലുള്ളായിരിക്കാൻ കുട വല്ലതും വേണോ? എത്ര നേരമായി കൊച്ച? നിനക്ക് ബസ് നീ അവിടെ പോയി അല്ലേ? 7 ആവുന്നുള്ളല്ലോ. എന്നാ തെറ്റാണോ നാരായണി? ഒന്ന് വരാമോ? എന്താ ഇവിടെ കിടക്കുന്നേ? ചപ്പലോ? സമയം എത്രയെന്നറിയാവോ? കറക്റ്റ് ടൈമാണോ ഡി വെച്ച ഇത്? അപ്പം ഇച്ചിരി നേരത്തെയാണോ വെച്ചേക്കുന്നൊരു സംശയമുണ്ട് ഇപ്പം. അപ്പോൾ പി ടി എ മീറ്റിംഗ് ഞാൻ അവിടെ കാണും. രാജേട്ടനൊക്കെ ഇപ്പോൾ താമസിച്ചായിരിക്കും തോന്നുന്നു. തണുപ്പൊക്കെ കാണുന്നില്ലല്ലോ. കുഴമ്പിടുന്നുണ്ട്. പോയൊന്നുമില്ല. എവിടെ പോയില്ല. നീ ബസ്സിനെങ്കിൽ പോന്നോണം, സ്കൂൾ ബസ്സിനെ കേട്ടല്ലോ. പിന്നെ ഞാൻ എന്തേരം പോകും. എന്തേരം പോകുന്നത് രാവിലെ നേരത്തെ പോവും. എന്നിട്ട് പി ടി എ മീറ്റിംഗ് കഴിഞ്ഞ നേരം കയറി വരത്തേ ഉള്ളൂ. നീ സ്കൂൾ ബസ്സിനെങ്കിൽ വന്നാൽ മതി. ഏഴര ആയില്ലല്ലോ. അതിനകത്ത് എത്ര ടൈം കറക്റ്റ്? 35? ഇതിനകത്ത് അയ്യോ 5 മിനിറ്റ് സ്ലോ ആണോ? ദൈവമേ, എനിക്കും തോന്നിയായിരുന്നു. വിജയമ്മ എന്ത് ചെയ്യും? കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട് കാണാനില്ല. ഇന്ന് വരുമായിരിക്കും. ഇന്നലെ നമ്മൾ പിടിച്ചിട്ട മീനില്ലേ, കുറേ മീനിട്ടില്ലേ, അതിലൊരെണ്ണം ചത്തുപോയി. അത് അതിന് മുമ്പ് പിടച്ച് ചാടി വെളിയിൽ കിടന്നു. അവള് വരട്ടെ, നിനക്കെന്നാ? അവളെ നീ നോക്കേണ്ട ആവശ്യമില്ല. ഒരു മിണ്ടായിരുന്നേ, മീൻ്റെ കാര്യം പറയട്ടെ. അപ്പം മീൻ്റെ
മീൻ ഒരെണ്ണം പിടച്ച് നിരത്തി അടി കുറേ കഴിഞ്ഞാൽ കണ്ടേ. അത് ജീവനുണ്ടായത് അന്നേരം, പക്ഷെ അത് ചത്തുപോയി. പിന്നെ ഒരെണ്ണം ഇങ്ങനെ മരുന്ന് നടക്കുന്നതായിട്ട് അതിൽ നിന്ന് എടുത്ത് ചാടിയിട്ടേ വെളിയിൽ കിടന്ന് ചാടി പിടച്ചിട്ട് അതിൻ്റെ ദേഹത്തൊക്കെ മുറിവ് വന്നിട്ടൊക്കെ കണ്ട. അതിനെ എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. രണ്ടെണ്ണം. ബാക്കിയൊന്നിനും കുഴപ്പം കണ്ടില്ല. ഗൗറാമീൻ. അമ്മേ ക്ലോക്ക് മാത്രം നോക്കിക്കൊണ്ടെന്ന് ഫോണിൽ നോക്കിയില്ല. നീ എന്നാ മറ്റേ സ്കൂൾ പിള്ളേർ ബെഞ്ചൊക്കെ കയറിയിരിക്കുന്ന പോലെ? നിന്നെ ആരെവിടെ കയറ്റിയിരുത്തിയേ? നീ എന്ത് തെറ്റാ ചെയ്തേ? എന്തെടാ എല്ലാവരും കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നേ? ആണോ? ആന്നോടേ. വേണ്ട 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 വേണ്ട, എനിക്ക് പണിയുണ്ട് കേട്ടാ. ഇത് കണ്ട ഈ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സൂപ്പർ കളറാന്ന് നോക്കി. അടിപൊളി. ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. കണ്ട അടിപൊളി സൂപ്പർ. നല്ല കളറാണ്. നല്ല കളറെന്ന് വെച്ചാൽ ലാവൻഡർ. ഓ സൂപ്പർ. ഒരെണ്ണം ചത്തുപോയി. ഒരെണ്ണം അവിടെ ഇങ്ങനെ മരുന്നൊക്കെ നടക്കുന്നുണ്ട്. മരുന്ന് അതിനെ നമ്മൾ കറി വെക്കും. ജയ കറി വെക്കും. ഇല്ല, വറക്കും. നമ്മൾ വറക്കും. ഓക്കെ. ഇപ്പോഴാണോ? ഇപ്പോഴില്ല, കുറച്ച് കഴിയുമ്പോൾ. അവൻ ഇത് കൊണ്ട് കൊടുക്കാൻ പോകുന്നതാണ്. ചെറുകടികൾ അവരുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ കടക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അയ്യപ്പന്മാർ പോകുന്ന വണ്ടിക്കായി പറയുന്നത്. ഫോട്ടോ ആരുടെ ഫോട്ടോ? അതൊക്കെ കൊണ്ടുപോയി. ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ എടുത്തോണ്ട് പോര്. സുനിയാൻ്റെവരൊക്കെ കൊണ്ടുപോയി. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ആര് പോയത്? ഞാനോ? നിന്റെ വണ്ടി പോയെന്ന് എനിക്കറിയാമോ? ഇല്ല, നിങ്ങളുടെ വണ്ടി വരാറായില്ലല്ലോ. നീ താമസിച്ച് നേരത്തെ വരുന്ന ദിവസം വണ്ടി പോകും. ഇല്ല, നാരായണയുടെയാ. ഒന്നുമില്ല, ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരവില്ലായിരുന്നു, അങ്ങോട്ടായിരുന്നു. അവിടെ ആയിരുന്നല്ലോ. പിന്നെ ബസ് വരാറായോ? ആയില്ലേ? അറിയത്തില്ല എനിക്ക്. ഞാൻ ആലോചിക്കുന്നത് അത് കല്ല്. അതവിടെ കയ്യാല വിളിച്ചപ്പോൾ എടുത്തിട്ടാ. ഓടിയോ? എന്നാ പോകുന്നില്ലേ നീ? എടുത്തിട്ടോ കഴിക്കും.
കട തുറക്കുന്ന അച്ഛനെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ല. എന്നേലും പനിയോ എല്ലാം പിടിച്ച് കാണും. ഉണ്ട്, സ്കൂളിൽ പോയി. ആ, ഉത്സവമൊക്കെ വരുമ്പോൾ ഇവിടെ തെളിക്കുമെന്ന് തോന്നുന്നു. കാട് പിടിച്ച് കിടക്കുക. അമ്പലത്തിൻ്റെയാ. ആ, 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 എന്നാ ഉണ്ട്? ആ, ഈയിടെയെല്ലാം നോയമ്പല്ലായിരുന്നു. പിന്നെ കാർന്നോര് മരിച്ചു പോയിട്ട് വിലയുണ്ടായിരുന്നു 10-15 ദിവസം. അങ്ങനെ അച്ഛൻ മരിച്ചു പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. അടുത്ത ആഴ്ച. ആ, അതെ. ആ, കുഴമ്പ് പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ. കുഴമ്പ് പരിപാടിയൊക്കെ താമസിച്ചാണല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നില്ല. തണുപ്പ്. എന്നാ പണി? നിനക്കെന്നാ പണിയാ? ചുമ്മാ ഇരിക്കുമല്ലോ നീ. നാരായണ സ്കൂളിൽ അവള് നല്ല പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് പൂച്ചേനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്നുണ്ടായിരുന്നു. അതാ വഴിയെ കൂടെ വന്നതേ ഉള്ളേ. അങ്ങോട്ട് വരുന്നത് ഞാൻ. ഏത് പൂച്ചയത്? വേറെയാണോ? നമ്മളെ പൂച്ച. ആ, മോഹം കൊച്ചു നോക്കിട്ട് എന്നെ നോക്കുക. ഓരോ ഒറ്റ ഓട്ടമായിരുന്നു. വഴി പോയിക്കണം. ഓടുന്നുണ്ടോ? ഇവരെ കാണുമ്പോ എല്ലാരും ഓടുക. പിന്നെ റാവുത്തറോ? കോഴിയല്ലേ? കോഴിയാണല്ലോ പട്ടിയാണെങ്കിൽ
അല്ല മൂട്ടിലാണേലും ചുമ്മാ തിന്നാൽ മാത്രം പോകാം, എന്തെങ്കിലും പണിയെടുക്കണം. നല്ല ഉടയാണല്ലോ അതെ. നാരായണൻ്റെ സ്കൂൾ വരെ ഒന്ന് പോവാം. ഇന്ന് PT മീറ്റിംഗ് ഉണ്ട് 2 മണിക്ക്, അല്ല 1 മണിക്ക്, അല്ല 2, 1, 1:30, 2 അന്നേരം വേണ്ട. നാരായണൻ്റെ സ്കൂൾ വരെ ഒന്ന് പോവാം. PT മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ആയിട്ട് വീട്ടിൽ കയറണം, വൈകിട്ട് വരണം. മിക്കവാറും ഷാമ്പൂ വരുന്നതിൻ്റെ കൂടെ ആയിരിക്കും വരവ്. ഞങ്ങൾ ചേട്ടയുടെ ഭർത്താവ് കുടിക്കുമ്പോൾ നേരത്തെ വന്ന് കിടക്കുന്നു. ആ ഏത് കൊച്ചിനെ? എല്ലാ കൊച്ചിനല്ലേ? അത് കൊള്ളാം. പിന്നെ ആ അല്ല ഇതിനൊന്ന് കണ്ടിട്ട് കാണിച്ചിട്ടാ ഇവിടെ വരുവാണ് ചെറുക്കനൊക്കെ ആയിട്ട് മൂത്തവരെ മുണ്ടക്കയത്ത് ബാങ്ക് വരുവാന്നാണ്. കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആണായിരുന്നോ? ഹലോ പോയി എന്നോട്ട് പിന്നെ വേറെ ഇച്ചിരി മീൻ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ PT മീറ്റിംഗ്. അയ്യോ എനിക്ക് ഒത്തിരി ഷേപ്പ് മാറിപ്പല്ലോ. ചെറുപ്പത്തിലല്ലേ കണ്ടേ? ഞാനും ചെറുപ്പം, പുള്ളിക്കരി ചെറുപ്പം. ചെറുപ്പത്തിൽ കാണുമ്പോൾ ഉള്ളതല്ലല്ലോ. ഞാൻ പറയാം അല്ല, കാണുമ്പോൾ ഞാൻ രണ്ടാണോ? പിള്ളേർ സ്കൂളിൽ പോയി, കൊച്ചിൻ്റെ PT മീറ്റിംഗ്. മൂത്തവൾ +1 ആയി. അപ്പോൾ അതിന് പോവാണ്. അന്ന് പണ്ട് കണ്ടതല്ലേ, അന്ന് വീട്ടിൽ വന്നപ്പോൾ. പിന്നെ കണ്ടിട്ടില്ലല്ലോ, അതാണ്. എത്ര വർഷമായി. എന്നാൽ വെയിൽ നമുക്ക് പോവാ പോവാണേ ചേട്ടാ. പോവാ. ആ ഞാൻ നേരെ പോവാം. അറിയാം അതല്ലേ ആണോ? അറിയാം, പറഞ്ഞു. എന്നാ ശരി, ഓക്കെ. സന്തോഷം, ഓക്കെ. അവിടെ ഒരു പാമ്പിനെ കയറി പിടിച്ചെന്ന് വെച്ചാൽ അവനൊക്കെ കുടുങ്ങി. എന്താ പോകുന്നു? എന്താ ഞാൻ മീനിട്ടതെല്ലാം വല്ലതും ചത്തോന്ന് അറിയാൻ വേണ്ടി വന്നാ. വിളിച്ചിട്ട് വരുന്നു. തവള, പച്ചത്തവള. കൊത്താൻ നോക്കുന്നുണ്ട്. നോക്കിയും കണ്ട് നിന്നിട്ട് നിനക്കിട്ട് പണി കിട്ടും. അവൻ എന്നാ ഉദ്ദേശിക്കുന്ന? ഇടാവേ പോയി കീറ് മേടിക്കല്ലേ മോന്തേന്ന്.
എടാ പുല്ലേ എൻ്റെ പൊന്നു കടിച്ച് ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് ആരാണോ അയ്യോ ഇല്ല സിംബാക്കിട്ട് കിട്ടിയില്ലോ കീറ് വാ ഞോ 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 വാ ഇവിടെ എടാ നീ വായിക്കാത്ത പോയി നിൽക്കുന്നതിൻ്റെ വാ വാ സിംബ സിംബോ കടി കിട്ടി ഇത് പോന്നു പിന്നെ കടി കിട്ടി വന്നിട്ട് ചേര എന്താന്ന് തോന്നുന്നു സിംബ നോ ചോര വരുന്നുണ്ട് ഇവിടെ പിന്നെ ബ്രോ 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 പിന്നെയും പോയി ഇല്ല എന്താ മതിയായി സൂപ്പർ
പോരെ വാ. ഇവനവിടെ വേണ്ടാന്നിട്ടത് അങ്ങോട്ട് മീനിട്ട് കൊടുത്തു. അന്നേരം അവന് വേണം. എന്നാ അവിടെ എന്നാ എൻ്റെ ആറ്റി വന്നു. ഇനി സ്കൂളിലോട്ട് പോകണം. ഞാൻ ഇച്ചിരി നേരത്തെയാണ്, 1:30 ആയതേ ഉള്ളൂ. അവിടെ തുടങ്ങിക്കാണുമോ അതോ? ഓക്കെ. നാരായണൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങി PTA മീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലോട്ട് പോയേക്കാം. നല്ല കാറ്റാണ് കേട്ടോ. ഉത്സവമാണ്. എന്തൊക്കെയോ കടകളുണ്ടല്ലോ. നാളെ വരണം ഉത്സവത്തിന്. നാളെ വൈകിട്ട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പോയേക്കാം. ഈ ഓട ഉണ്ടോ? മണമെന്ന് വെച്ചാൽ ഭയങ്കര മണമല്ല, മാറ്റം. ഭയങ്കര വെയിലുണ്ട്. പൊന്നോലും വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ.
കയറ്റം കയറി അങ്ങനെ വരുമ്പോൾ നടത്തു പോവും. കുറച്ച് ഭാഗത്ത് തണലുണ്ട്, കുറച്ച് ഭാഗത്ത് വെയിലും. പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്ന ഹരിതകർമ്മ സേനയിലെ പെണ്ണുങ്ങൾ എന്തോ ഞാനീ പറഞ്ഞത്, അവർ ഇത് കണ്ടോ പ്ലാസ്റ്റിക്, അതിപ്പം മനപ്പൂർവ്വം ഇടുന്നതല്ല, ചാക്കിൽ നിന്ന് പോകുന്നതായിരിക്കാം. എന്നാലും അതെ ഉണ്ടല്ലോ അതൊക്കെ. ഓ എൻ്റെ അമ്മോ, ഒരക്ഷയില്ല അമ്മ, അമ്മാതിരി വെയിലാണ്. അങ്ങോട്ടൊന്നും ചുമ്മാ നോക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലത്തെ വെയിൽ, ചൂടോട് ചൂട്. ഓ ഈ പ്രാവശ്യം നമ്മുടെ പ്ലാവിൽ ചക്ക അങ്ങനെ ഇല്ല. ഉണ്ടോ, ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഈ ചക്കയെന്ന് പറഞ്ഞ സംഭവം ഇച്ചിരിയല്ല, നല്ല താല്പര്യമുള്ള വ്യക്തിയാണ്. അത് പണ്ട് തൊട്ടേ, അത് ചക്ക വേവിച്ചതാണേലും പച്ചച്ചക്കച്ചോളയാണേലും പഴുപ്പിച്ചതാണേലും നാം റെഡി. അയ്യോ, അവനിപ്പോൾ എന്നെ കണ്ടിട്ട് നോക്കിയിരിക്കുന്നത്. നീ ആളുണ്ടെങ്കിൽ മാത്രമേ കുരയ്ക്കുള്ളൂ അല്ലേടാ? സത്യത്തിൽ ആളില്ലാത്തപ്പോഴല്ലേ നീ കുരയ്ക്കേണ്ടത്? നീയൊക്കെ ഒരു നായയാണോടാ? നായ നിന്നെ എന്ത് വിശ്വസിച്ചാടാ ആൾക്കാർ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്? പറ, ഇത്ര നേരം ഇവിടെ നിന്ന് നീ കുരച്ചോ? അപ്പോൾ ആളുണ്ടെങ്കിൽ നീ കുരയ്ക്കും. സാരമില്ലടാ, മിടുക്കനാ, നീ കുരയ്ക്കണ്ട. അപ്പം അമ്മ ഉണ്ടായിരിക്കുന്നുണ്ട് മോനൊക്കെ. പക്ഷെ ഇവിടെ എങ്ങനെ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കുരയായിരിക്കും. അവരെ കാണിക്കാൻ വേണ്ടി ഞാൻ മിടുക്കനാന്നേ. അമ്മ ചേട്ടാ എന്നെ കാത്തിരിപ്പൂ കൺമണി, വെള്ളി വീണു, കാത്തിരിക്കുമായിരിക്കും. പിന്നെ പുളിയും കാത്തിരിക്കുന്നു. ഞാൻ സിനിമ കാണോ എക്കോ. ഞാൻ ഒരുമിച്ച് കാണാൻ പറയാം. എവിടെ തീർന്നോ? എവിടെ പറയായി? പകുതിയായോ? ഇത് അവിടെ പോയി അവിടെ ചേരയൊക്കെ അടിച്ച്, ചേര എന്നിട്ട് കടിച്ച് വായിക്കൂടെ ചോരയൊക്കെ വന്നു. വായിക്കൂടെ അല്ല, ഇവിടെ ഇങ്ങനെ കടിച്ച് മുറിഞ്ഞിട്ടേ ഇവൻ ചേര കടിച്ചോ? കൊന്നോ അതിനെ? അതെന്നാ പണിയാടാ നീ കാണിച്ച? ചേരേനെയൊക്കെ കടിക്കും, നിനക്ക് നാണമില്ലടാ. ഇവനെ കുഴപ്പമുണ്ടോ? ഓ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒന്നോ രണ്ടോ കടി കിട്ടിയെന്ന് തോന്നുന്നു. അതെന്താ ചേര പോയി കടിച്ചവന്? അവിടെ ഇവനെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ചേര കിടക്കുമായിരുന്നു, ഓടിപ്പോയി കടിച്ച് പിടിച്ചതിൻ്റെ പുറകെ. നീ ചേട്ടാ കണ്ടു? ഞാനന്നേരം ആ മീനെ നോക്കാൻ വേണ്ടി വന്നതാണേ. ചേര തന്നെയാണോ? തോന്നുന്നു. ആണ് തോന്നുന്നോ? ചോരയൊക്കെ വരണമെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോകാം. പൊക്കോട്ടെ.
പാമ്പും രക്ഷപ്പെട്ട് സിംബായും രക്ഷപ്പെട്ട്. കുറച്ച് കഴിഞ്ഞ് വലച്ചു നോക്കിയപ്പോൾ ഇത് കിടന്ന് പിടുത്തം ഉണ്ടാക്കിയ കലിപ്പ കണ്ട് അതങ്ങനെ ഊരിച്ചാടി പോയി. ഇവിടെ പോവാ. പാല് മേടിക്കുന്നില്ലേ? അപ്പോൾ പാല് മേടിച്ചോളൂ. പാല് അതിനകത്ത് കൊള്ളുക 2 പാല്. കഴിഞ്ഞ ദിവസത്തെ ഉണ്ട്, ഇന്നലെ മേടിച്ചില്ലല്ലോ. ഇന്നത്തെ ഉണ്ട്. മുമ്പായ പാമ്പ് കടിച്ചായിരുന്നു. ചേര പോയി കടിച്ച്. ചേര ഒരു കൊത്ത് വെച്ച് കൊടുത്തു. മോന്തക്കൂടൊക്കെ ചോരയായിരുന്നു. എന്നിട്ട് ഒന്നും പറ്റിയില്ല, പിന്നെയും കടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങുമായിരുന്നു. ഇത്രേ പോകത്തുള്ളൂ. ഞാൻ പറയട്ടെ, തല വയ്ക്കുന്നതാണോ? പോയേക്കാം. ശരിയാകത്തില്ല കേട്ടോ. നേരെ ഇട്ടേക്കാം. വെള്ളം ഒഴിച്ചിട്ടില്ലേ? പൈപ്പിടിച്ച് വെള്ളം തുറക്കണേ കേട്ടോ. ഓ ടാങ്കിൽ വെള്ളം തുറക്കെടുത്തോ. അമ്മ എവിടെ? വരുന്നില്ലേ? ഫോൺ അടിച്ചോ? അമ്മ എന്തോ വാ. ഇവിടെ വന്നോ? എന്നാ ഞങ്ങൾ പോവാ. ഇവിടെ വാടി. സാധനം അറിയത്തില്ല. ഇങ്ങ പത്തുണ്ടു.
ഞങ്ങൾ വരുന്നില്ല, നീ പൊക്കോ. ഞങ്ങൾ വരുന്നില്ല, നീ പൊക്കോ. ഓടിക്കോ. എടുക്കണ്ട. ഓട്ടയ്ക്ക് തൊളാപ്പിണ്ടോന്നേ. ഓ എന്നിട്ടൊന്നുമില്ല, ചോറുണ്ട്. അറിയോ കറി മോര് മതിയോ? പോരാ, അതെ സോയാബോളുണ്ടായിരുന്നു. സോയാബോളും മോര്. പിന്നെ ആദ്യം കപ്പാവറിയും പാലസേവയും കൊല്ലപ്പവും വെച്ചു. ഇല്ല ചേച്ചി മാറില്ല, മാറില്ല. ഇല്ല, ഞാൻ വന്നല്ലേ രാവിലെ കഴിച്ചു. അറിയാ ചേച്ചി ചോറ്. ചേച്ചി ചോറ് ചേച്ചി ഇതിന്റെ പേരെന്താ? വാ. എന്നാ എന്തോ ഒരു മഴ വന്നില്ലേ? അപ്പേ വാ. അപ്പേ വിളിക്കണോ? അപ്പ അവിടെ ചെന്നാലേ കാണത്തുള്ളൂ. അപ്പേ അപ്പേ അപ്പേ. അപ്പ പോയെന്ന്. വാന്ന്. എവിടെ പോയി? വീട്ടിൽ പോയി. നീ ഇങ്ങനെ നിന്നോ. ഫോൺ അടിച്ചേ. ഹാ ചേച്ചി. അമ്മ. ഏതമ്മ? ഏതമ്മ? എത്ര അമ്മയുണ്ട്? ശ്യാമളമ്മ. ശ്യാമളമ്മയാണോ? സരസ്വതി അമ്മ. ജയമ്മ. വാ. ജയമേ വാ. കഴിച്ചോ? ഒക്കെ പറയട്ടെ. കഴിച്ചോ? കറിയോ? എവിടെ പോയി? വാ. വാന്ന്. ഹലോ ഹലോ. നീ വീട്ടിലോട്ട് വാടി. ഹലോ. ഇവിടെ നിന്നോയെ, ഞാൻ പോയേക്കുവാണ്. ടാറ്റാ. ഹലോ ബേബി. ഹലോ കുഞ്ഞൂസേ. അങ്ങോട്ട് വയ്ക്കേ, അങ്ങോട്ട് വയ്ക്കേ. ആരാ? ഹലോ. എന്തിനാ കാണിക്കേ? ഹലോ.
ചെല്ലേ വിട്ടുപോകും. അണ്ണാന അതെ ഞാൻ കണ്ടായിരുന്നു. ഇന്ന് ലേറ്റായിട്ടാ വന്നേ ചേട്ടോ. അമ്മ ഉണ്ടാക്കി രാവിലെ നീ വന്നേ. രാവിലെ ഒന്നും ഉണ്ടാക്കി പട്ടണിയാ. നീ ചോറ് ചോറ് എന്നോടല്ലേ എന്റെ പൊന്നുമൊന്ന് ഇത്ര സമയം 6 ഞാൻ എടുത്ത് നേർത്തണം. എന്നറിയോ ആ ചേട്ടനെ കൂടെ കത്തി അതിൻ്റെ ഒന്നുമല്ല, തലക്കിട്ട് അടിച്ചോണ്ടാ പോയത് എൻ്റെ. പോന്നില്ലേ? എവിടെ പോവാ? കൂട്ടിക്കേട്ട് മതി, പോ കൂടിപ്പോക്കെ. എടാ പോടാ, എടാ പോകാൻ. നീ എവിടെ പോവാ? മാറ്. ടിക്കറ്റ് അടി കിട്ടിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി നോക്കിയപ്പോഴത്തേനും പാമ്പ് അതിനിടയിൽ നിന്ന് ചാടിപ്പോയി. ഇവൻ കടിച്ച് വലിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അതിനകത്ത് നൂരിപ്പോയെ. എന്നാന്ന് പറഞ്ഞാലും 2 പേരും രക്ഷപ്പെട്ട്.